അച്ഛൻ്റെ കോമഡിക്ക് രാവിലെ തന്നെ ഒരു ചിരി പാസ്സാക്കിയിട്ട് ഞാൻ നേരത്തെ പല്ലേക്കാൻ വർക്കറെ കഴിഞ്ഞു കേട്ടോ. വർക്കർ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും മൂത്തത് അവിടെ ബിസി ആയിട്ടിരിക്കുക. കടയുടെ മുന്നിൽ അവൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ പൊട്ടും ചാന്ത് കൺമഷിക്ക് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സൈഡിലായിട്ടോ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും വർക്കറയിലാണോ നിങ്ങൾ വാഷ് ബേസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മോഡൽ വീടാണ്, അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ്. അപ്പോൾ ഒരു സൈഡിൽ വർക്കറയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൾ പോകാണ്ട് ഇറങ്ങിയിരിക്കും കേട്ടോ. ആദ്യം അച്ഛൻ പോയി, പിന്നെ അവളിപ്പോൾ ഇറങ്ങിയിരിക്കുവാണ്. ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൾക്ക് പിന്നെ ഈ ഒരു പരിപാടി പതിവുള്ള വേറെ ഒന്നുമല്ല, ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഏതാണ് ചെരുപ്പ് മാച്ചിങ് എന്നുള്ളത് ആദ്യം ഇട്ട് നോക്കുന്നു ഊരി എറിയുന്നത്, ഇട്ട് നോക്കുന്നു ഊരി എറിയുന്നത്, ഇത് തന്നെയാണ് പതിവ്. അങ്ങനെ അവസാനത്തെ അവൾ ചെരുപ്പ് പാസ്സാക്കിയിട്ട് പോയപ്പോൾ ആദ്യം ഇട്ട് ചെരുപ്പ് അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയതിന് അമ്മ പറഞ്ഞു നീ വൈകിട്ട് വാടി ഇതിനെ പിടിച്ചോളാം എന്ന് പറഞ്ഞൊരു ഭീഷണി കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൾ ഇറങ്ങി ഓടി. മുത്തിരി ജോലിക്ക് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും കുറച്ച് സിറ്റ് ഔട്ട് ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അതേ ഞങ്ങളിങ്ങനെ കയറി പോകുന്നത്. ഇനി എൻ്റെ ടേൺ കേട്ടോ, എനിക്ക് ജോലിക്ക് പോകുന്ന സമയം. അങ്ങനെ ഉരുണ്ട് പോകത്തൊരു പുട്ടും താങ്ങി നിർത്താൻ ഒരു പപ്പടവും എനിക്ക് കിട്ടി. അങ്ങനെ ഇതും കഴിച്ചിട്ട് ഞാൻ നേരെ ജോലിക്ക് പോട്ടെ.